റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തേത് നോക്കൂ. 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പ്. 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പ് അറഫ നോമ്പ്, ആഷൂറ, ബറാഅത്ത്. ഏതാണ്? അറഫ നോമ്പാണ് അതിൻ്റെ ആൻസർ. പിന്നെ രണ്ടാമത്തത് പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് ഡാഷ്. അതാരാ? സ്വാലിഹുകളാണോ, സുദ്ദീഖുകളാണോ, ശുഹദാക്കളാണോ? സുദ്ദീഖുകളാണ് അല്ലേ. ഇനി മൂന്നാമത്തത് എന്താ? ഇസ്ലാം കേരളത്തിലെത്തിയത് ആരിലൂടെ? ഇസ്ലാം കേരളത്തിലെത്തിയത് ആരിലൂടെയാണ്? സ്വഹാബാക്കളിൽ കൂടി, മഖ്ദൂമുകളിൽ കൂടി, താബിഉകളിൽ കൂടി. അതായത് സ്വഹാബാക്കളിൽ കൂടിയാണല്ലോ ഇസ്ലാം കേരളത്തിലെത്തിയത്. അതാണ് അതിൻ്റെ ആൻസർ. നാലാമത്തത് 20ാം നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ രൂപീകരിച്ച സംഘടന ഏതാണ്? അത് ഏതാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅയാണോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആണോ, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീനാണോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇപ്പോൾ 100ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആണ് കേട്ടോ. ഇനി അഞ്ചാമത്തത് എന്താ? കാണപ്പെടുന്നവയെ കേൾക്കുന്നവനാരാകുന്നു? ജിന്നുകൾ, മഹാത്മാക്കൾ, അല്ലാഹു തആല. അല്ലാഹു ആണത്. അല്ലാഹു എന്നാണ് ആൻസർ. ആറാമത്തത് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന മസ്ജിദ്. ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന മസ്ജിദ് മസ്ജിദുൽ അഖ്സയാണോ, മസ്ജിദുൽ ഹറാമാണോ, മസ്ജിദുൽ നബവി ആണോ? മസ്ജിദുൽ ഹറാമാണല്ലേ. പിന്നെയാണ് മസ്ജിദുൽ നബവി, പിന്നെ അവസാനമാണ് മസ്ജിദുൽ അഖ്സ. ഇനി ആ 3 പള്ളികളിൽ ഈ പറഞ്ഞ ഓർഡറിലാണ്. ഏഴാമത്തത് വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെയും റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക. അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. പിന്നെ അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അതിൻ്റെ അർത്ഥം അതാണ്. ഇനി എട്ടാമത്തത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഈ ദുആ നിത്യവും നിർബന്ധമായി നാം എത്ര പ്രാവശ്യം നടത്തുന്നു? അത് 18, 17, 15, 17 പ്രാവശ്യം നടത്തുന്നുണ്ട് അല്ലേ. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം. ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതുണ്ട്. ആകെ ഒരു ദിവസം 17 റക്അത്ത് നിർബന്ധമായി നമ്മൾ നിസ്കരിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ 17. 9ാമത്തെ ചോദ്യം സിറാത്തുൽ മുസ്തഖീമിൻ്റെ ലഘു വിശദീകരണമുള്ള സൂറത്ത് ഏത്? സിറാത്തുൽ മുസ്തഖീമിൻ്റെ ലഘു വിശദീകരണമുള്ള സൂറത്ത് ഏതാണ്? അത് സൂറത്തുൻ നിസാ ആണോ, സൂറത്തുൽ ബഖറയാണോ, ഫാത്തിഹയാണോ? ഫാത്തിഹയാണ്. ഇനി 10ാമത്തത് അൽ ഇത്തിബാ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇത്തിബാ എന്നതിൻ്റെ അർത്ഥം പിൻപറ്റൽ, ആദരിക്കൽ, ബഹുമാനിക്കൽ. പിൻപറ്റൽ എന്നാണ് ഇത്തിബാൻ്റെ അർത്ഥം. 11ാമത്തത് വിശ്വാസപരമായി എത്ര ത്വരീഖത്തുകളുണ്ട്? വിശ്വാസപരമായി എത്ര ത്വരീഖത്തുകൾ? 2, 4, 6. അതിൽ 2 ആൻസർ. വിശ്വാസപരമായി 2, കർമ്മപരമായി 4. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 12ാമത്തത് ഖുർആനിൻ്റെ വിശദീകരണമാണ്. ഖുർആൻ്റെ വിശദീകരണം ഏതാ? കിതാബുകളാണോ, നബിചര്യയാണോ, മദ്ഹബുകളാണോ? നബിചര്യ, സുന്നത്ത് എന്നൊക്കെ പറയും അല്ലേ. അതാണ് ഖുർആൻ്റെ വിശദീകരണം. ഇനി 13ാമത്തത് എന്താ? 4 മദ്ഹബുകളിൽ പെടാത്തത്. 4 മദ്ഹബുകളിൽ പെട്ടതല്ല, പെടാത്തത്. ഹംബലി, റാജിഹി, മാലിക്കി. ഹംബലി, മാലിക്കി, ഷാഫിഈ, ഹനഫിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ റാജിഹി ഇല്ല. അപ്പോൾ പെടാത്തത് റാജിഹി എന്നുള്ളതാണ്. 14 ദീന് മനസ്സിലാക്കേണ്ടത് എങ്ങനെ? ദീന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചുകൊണ്ട്. പിന്നെ അറിയില്ല അതിലേതാണ്? സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ച പോലെ എന്നുള്ളതാണ്. ഇനി 15ാമത്തത് കേരള മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗവും ഡാഷ് മദ്ഹബും ഡാഷ് ത്വരീഖത്തും പിൻപറ്റുന്നവരാണ്. കേരള മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗവും ഏത് മദ്ഹബാ? ഷാഫിഈ മദ്ഹബാണ് അല്ലേ.
പിന്നെ ഏത് ത്വരീഖത്താണ്? ഷാഫി മദ്ഹബും അശ്അരി ത്വരീഖത്തും പിൻപറ്റുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഷാഫി അശ്അരി എന്നിവിടെ വേണം. ഒന്നാമത്തേത് ഹനഫി മാതുരിദി എന്നാണ്. 2 ഷാഫി മാതുരിദി, 3 ഷാഫി അശ്അരി. ഷാഫി അശ്അരി. ഇനി അതാണ് ആൻസർ. 16ാമത്തത് കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബും വിശ്വാസപരമായുള്ള 2 ത്വരീഖത്തും പിൻപറ്റാത്തവർക്ക് എന്ത് പറയും? പിൻപറ്റുന്നവർക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ് പിൻപറ്റാത്തവർക്ക് എന്താ പറയുക. പിൻപറ്റുന്നവർക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയും. പിൻപറ്റാത്തവർക്ക് അഹ്ലുൽ ബിദഇ വൽ ളലാല എന്ന് പറയും. അതുപോലെ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. 17ാമത്തെ ചോദ്യം. സൃഷ്ടികളിലേറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഖുർആൻ, ജിബ്രീൽ അലൈഹിസ്സലാം. സംശയമൊന്നുമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 18ാമത് വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വ ഡാഷ് അല്ലേ. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്നാണ്. ഇവിടെ ഇലാഹി അന്നാസി എന്നൊക്കെ ഉണ്ട്, അൽ ഖുലൂബി എന്നുണ്ട്. ഖുലൂബാണ് ശരിയായ ഉത്തരം അല്ലേ. അള്ളാഹുവിൻ്റെ ഷിആറുകളെ ആദരിക്കൽ ഹൃദയങ്ങളുടെ തഖ്വകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഖുലൂബ് എന്നാണ് അവിടെ ചേർക്കേണ്ടത്. 19ാമത്തെ ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ പറയണം എന്ത്? ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹു. ഏതാ പറയേണ്ടത്? ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അമ്പിയാക്കളെ ആണെങ്കിൽ അലൈഹിസ്സലാം, സ്വഹാബിമാരെ പേരൊക്കെ ആണെങ്കിൽ റളിയല്ലാഹു അൻഹു എന്നൊക്കെ അല്ലേ. ഇനി 20ാമത്തത് അത് പിശാചിന് ഒഴിച്ചിട്ട് കൊടുക്കരുത് ഏത്? അത് പിശാചിന് ഒഴിച്ചിട്ട് കൊടുക്കരുത് ഏത്? ഭക്ഷണം, താഴെ വീണ ഭക്ഷണം, കഴിച്ച ഭക്ഷണം. ഏതാണ്? താഴെ വീണ ഭക്ഷണം പിശാചിന് ഒഴിച്ചിട്ട് കൊടുക്കരുത്, അത് നമ്മളെടുത്ത് വൃത്തിയാക്കി ഭക്ഷിക്കണം എന്നർത്ഥം. 21 അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണെന്ന് ഹദീസിൽ വന്നിട്ടുള്ള കാര്യം ഏതാണ്? അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ് അത് ഏത്? നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ, ഉപ്പമാരെ ആദരിക്കൽ, സൃഷ്ടികളെ ആദരിക്കൽ. ഏതാണ്? നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 22ാമത്തെ ചോദ്യം. ഈമാൻ ശരിയാവാനുള്ള ഷർത്തുകളിൽ പെട്ടതാണത് ഏത്? ഈമാൻ ശരിയാവാനുള്ള ഷർത്തുകളിൽ പെട്ടതാണ് ഏത്? ആളുകളെ തൃപ്തിപ്പെടുത്തൽ, മദ്ഹബ് സ്വീകരിക്കൽ, അള്ളാഹു ബഹുമാനിച്ചവയെല്ലാം ബഹുമാനിക്കൽ. എന്താണ് ആൻസർ? അള്ളാഹു ബഹുമാനിച്ചവയെല്ലാം ബഹുമാനിക്കൽ അല്ലേ. ഈമാൻ ശരിയാവാനുള്ള ഷർത്തുകളിൽ പെട്ടതാ. 23 അറഫാ ദിന നോമ്പ് എന്ന്. അറഫാ ദിന നോമ്പ് എന്ന ദുൽഹിജ്ജ 9-നാണോ ദുൽഹിജ്ജ 8-നാണോ റജബ് 24-നാണോ? ദുൽഹിജ്ജ 9-നാണ്. അറഫാ ദിനം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9-ആണ്. ആ നോമ്പും അന്ന് തന്നെ. 24 ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി ഡാഷ്. തീർച്ചയായും എല്ലാ ദിവസവും ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന. എത്ര പ്രാവശ്യം നമ്മൾ പഠിച്ചല്ലോ? എത്ര? 100 മറത്തിന്നാണോ 50 മറത്തിന്നാണോ 50 മറത്തിന്നാണോ? 100 പ്രാവശ്യമല്ല നമ്മൾ പഠിച്ചത്. 100 മറത്തിൻ എന്നാണ്. ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറത്തിൻ. ഇത് തങ്ങൾ പറഞ്ഞതാണ്. 25 മിഅറാജ് രാവെന്ന. മിഅറാജ് എന്ന അറഫാ ദിനം ദുൽഹിജ്ജ 9. മിഅറാജ് എന്ന ഇവിടെ ഷഅബാൻ 15, റജബ് 27, ദുൽഹിജ്ജ 7 എന്നുണ്ട്. റജബ് 27 മിഅറാജ് രാവ് അല്ലേ. പിന്നെ ഷഅബാൻ 15 ബറാഅത്താണ്. ഇനി 26 ശരിയായ പ്രസ്താവന ഏത്? എന്തൊക്കെയാണ് പ്രസ്താവനകളുള്ളത്? 1 വൈകുന്നേര സമയം പ്രഭാത സമയത്തേക്കാൾ പവിത്രമാണ്. മറ്റൊന്ന് പ്രഭാത സമയം വൈകുന്നേര സമയത്തേക്കാൾ പവിത്രമാണ്. മറ്റൊന്ന് ഉച്ച സമയം പ്രഭാത സമയത്തേക്കാൾ പവിത്രമാണ്. ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പ്രഭാത സമയം വൈകുന്നേര സമയത്തേക്കാൾ പവിത്രമാണ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിയിടാം. 27ാമത്തെ ചോദ്യം. നാവിൻ്റെ ദോഷങ്ങളിൽ പെടാത്തത് ഏത്? നാവിൻ്റെ ദോഷങ്ങളിൽ പെടാത്തത് കദിബ്, ഷത്മ്, കിബർ. അതിൽ കിബറാണ്, അഹങ്കാരമാണ് നാവിൻ്റെ ദോഷങ്ങൾ പെടാത്തത്. ഷത്മ് ചീത്ത പറയലും കദിബ് കളവ് പറയലൊക്കെ നാവ് കൊണ്ടാണ്, അത് നാവിൻ്റെ ദോഷങ്ങളാണ്. പെടാത്തത്, നാവിൻ്റെ ദോഷങ്ങൾ പെടാത്തത് കിബറാണ്. 28 എന്താണ് ശരി? ഏതാണ് ശരി? ഇതിൽ ഈ പറയുന്നതിൽ ഏതാണ് ശരി എന്നർത്ഥം? എന്തൊക്കെയാണ്? ഒരു ദിവസത്തെ ഉറക്കം 6 മണിക്കൂറിൽ കുറയുകയോ 8 മണിക്കൂറിൽ കൂടുകയോ ചെയ്യാം. പിന്നെ അടുത്തത്, ഒരു ദിവസത്തെ ഉറക്കം 6 മണിക്കൂറിൽ കുറയുകയോ 8 മണിക്കൂറിൽ കൂടുകയോ ചെയ്യരുത്. പിന്നെ മൂന്നാമത്തത്, ഒരു ദിവസത്തെ ഉറക്കം 4 മണിക്കൂറിൽ കുറയുകയോ 10 മണിക്കൂറിൽ കൂടുകയോ ചെയ്യരുത്. എന്താണ് അതിൻ്റെ ശരിയായ
ഉത്തരം എന്താണ്? രണ്ടാമത്തേതാണല്ലേ. ഒരു ദിവസത്തെ ഉറക്കം 6 മണിക്കൂറിൽ കുറയുകയോ 8 മണിക്കൂറിൽ കൂടുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. ഇനി 29ാമത്തത്, ഉള്ളത് പറഞ്ഞാൽ ഗീബത്താകുമോ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? ഉള്ളത് പറഞ്ഞാൽ ഗീബത്താകുമോ എന്ന ചോദ്യത്തിന് നബി തങ്ങളുടെ മറുപടി എന്താ? ഉള്ളതാണെങ്കിൽ ഗീബത്തല്ല എന്നാണോ? അതല്ല ഉള്ളത് പറഞ്ഞാൽ ഗീബത്ത്, ഇല്ലാത്തതാണെങ്കിൽ നീ നുണ പറഞ്ഞു എന്നാണോ? അതല്ല ഇല്ലാത്തത് പറഞ്ഞാൽ മാത്രമേ ഗീബത്താകൂ എന്നാണോ? എന്തായിരുന്നു നബി തങ്ങളുടെ മറുപടി? അതിൻ്റെ ഉത്തരം ഉള്ളത് പറഞ്ഞാൽ ഗീബത്ത്, ഇല്ലാത്തതാണെങ്കിൽ നീ നുണ പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. 30ാമത്തെ ചോദ്യം, മിഅ്റാജിൻ്റെ രാത്രിയിൽ ചെമ്പിനാലുള്ള നഖങ്ങൾ കൊണ്ട് മുഖങ്ങളും നെഞ്ചുകളും മാന്തി പിളർത്തുന്ന ഭീകരമായ കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ഈ ശിക്ഷ ആർക്കുള്ളതാണ്? എന്താണ്? ചെമ്പിനാലുള്ള നഖങ്ങൾ കൊണ്ട് മുഖങ്ങളും നെഞ്ചും മാന്തി പിളർത്തുന്നു അല്ലേ? ഈ ശിക്ഷ ആർക്കുള്ളതാ? വ്യഭിചാരികൾക്ക്, ജനങ്ങളുടെ അഭിമാനത്തിൽ കടന്ന് സംസാരിക്കുന്നവർക്ക്, കളവ് പറയുന്നവർക്ക്. ആർക്കാണ്? രണ്ടാമത്തേതാണ്, ജനങ്ങളുടെ അഭിമാനത്തിൽ കടന്ന് സംസാരിക്കുന്നവർക്കാണ് ഈ ശിക്ഷ. 31ാമത്തത്, കുടുംബത്തിൻ്റെ തുടക്കം ഏതാകുന്നു? ഒരു കുടുംബത്തിൻ്റെ തുടക്കം പുരുഷൻ സ്ത്രീ വിവാഹം അല്ലേ? വിവാഹമാണ് ഒരു കുടുംബത്തിൻ്റെ തുടക്കം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 32ാമത്തെ ചോദ്യം, ദുന്യാവിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 വസ്തുക്കളിൽ ഒന്ന് സ്ത്രീ, രണ്ടാമത്തേത് എന്താണ്? ഇവിടെ ഖസ്വ എന്ന ഒട്ടകം, സുഗന്ധം, പിന്നെ വെള്ള വസ്ത്രം. ഇതിലേതാണ്? അതിൻ്റെ ആൻസർ സുഗന്ധം ആണല്ലേ. ദുന്യാവിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 വസ്തുക്കളിൽ ഒന്ന് സ്ത്രീ, രണ്ടാമത്തേത് എന്താണ്? സുഗന്ധം. അടുത്തത് 33ാമത്തത്, വബദനുൻ അലൽ ബലാഇ സ്വാബിറുൻ എന്നതിൻ്റെ അർത്ഥം എന്ത്? ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ക്ഷമിക്കുന്ന ശരീരം, പിന്നെ നന്ദിയുള്ള ഹൃദയം, ദിക്റ് ചൊല്ലുന്ന നാവ്. ഏതാണ്? ക്ഷമിക്കുന്ന ശരീരം അല്ലേ? ബദനുൻ അലൽ ബലാഇ സ്വാബിറുൻ, അതാണ് ആൻസർ, ക്ഷമിക്കുന്ന ശരീരം. ഇനി 34ാമത്തത്, അവളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ആരുടെ? അവളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ആരുടെ? ഗീബത്തും നമീമത്തും പറയുന്നവളുടെ, ഭർത്താവിൻ്റെ കോപത്തിലായി നിലകൊള്ളുന്നവളുടെ, ദുസ്വഭാവിയുടെ. ഏതാണ്? രണ്ടാമത്തേതാണ്, ഭർത്താവിൻ്റെ കോപത്തിലായി നിലകൊള്ളുന്നവളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. 35ാമത്തെ ചോദ്യം, സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട 2 സ്ഥലങ്ങൾ. സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട 2 സ്ഥലങ്ങൾ മക്കയും മദീനയും, റൗള ഷരീഫും ജന്നത്തുൽ ബഖയും. റൗള ഷരീഫും ഇൽമിൻ്റെ മജ്ലിസും. ഏതാണ്? റൗള ഷരീഫും ഇൽമിൻ്റെ മജ്ലിസും എന്നുള്ളതാണ് ആൻസർ. 36ാമത്തെ ചോദ്യം, മസ്ജിദുൻ നബവിയിലെ ഒരു നിസ്കാരത്തിന് എത്ര പ്രതിഫലമാണ്? മസ്ജിദുൻ നബവിയാണ് അല്ലേ? 10 ലക്ഷം, 10,000 കോടി, 1000 നിസ്കാരങ്ങൾ. എത്രയാണ്? 10 ലക്ഷം നിസ്കാരങ്ങളുടെ. അതാണ് മസ്ജിദുൻ നബവിയിലെ ഒരു നിസ്കാരത്തിൻ്റെ പ്രതിഫലം. ഇനി 37ാമത്തത്, ഉറക്കം എന്തിനെ ഓർമ്മിപ്പിക്കുന്നു? ഉറക്കം എന്തിനെ ഓർമ്മിപ്പിക്കുന്നത്? സ്വപ്നത്തെ, മരണത്തെയും ജീവിതത്തെയും, മരണത്തെയും പരലോക ജീവിതത്തെയും, മരണത്തെയും പരലോക ജീവിതത്തെയും എന്നാണ് അതിൻ്റെ ആൻസർ. 39ാമത്തെ ചോദ്യം, ഒരു ദാഹിച്ച നായ്ക്ക് വെള്ളം കൊടുത്ത കഥയിൽ ഗുണപാഠം എന്ത്? ആ കഥയിൽ ദാഹിച്ച നായ്ക്ക് വെള്ളം കൊടുത്ത ഒരു കഥ ഉണ്ടല്ലോ, അതിൽ ഗുണപാഠം എന്താ? 1, നായക്ക് വെള്ളം കൊടുത്താൽ പാപം പൊറുക്കും. 2, സൃഷ്ടികളോട് കരുണ കാണിക്കാത്തവർക്ക് അള്ളാഹുവിൻ്റെ കരുണ നേടാം. സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കരുണ നേടാം എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഖൈറിൻ്റെ വഴികൾ നിരവധിയാണ്. അതിൽ അതിൻ്റെ ആൻസർ എന്താണ്? രണ്ടാമത്തതാണ്, സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കരുണ നേടാം എന്നുള്ളതാണ് അല്ലേ. 40ാമത്തത്, ഖൈറിൻ്റെ വഴികളിൽ പെടാത്തത് ഏത്? ഖൈറിൻ്റെ വഴികളിൽ പെടാത്തതാണ്, പെട്ടതല്ല, ശ്രദ്ധിക്കണം. ഫാസിഖിന് സലാം പറയൽ, യത്തീമിൻ്റെ തലയിൽ കൈവക്കൽ, നിസ്കരിക്കാൻ നടന്നു പോകൽ. അല്ലെങ്കിൽ യത്തീമിൻ്റെ തലയിൽ കൈവക്കലും നിസ്കരിക്കാൻ നടന്നു പോകലൊക്കെ നല്ല ഖൈറിൻ്റെ വഴികളാണ്. ഫാസിഖിന് സലാം പറയലാണ് ഖൈറിൻ്റെ വഴികളിൽ പെടാത്തത്. അപ്പോൾ അത് ശരിയിടാം. 41ാമത്തത്, ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ്. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് സൗമ്, സിലത്തുർ റഹീം, സ്വബർ. എന്താണ് അതിൻ്റെ ആൻസർ? സ്വബറാണല്ലേ, ക്ഷമിക്കുക. അതാണ് സ്വബറാണ്, ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യൽ.
42-ാമത്തത് ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ക്ഷമ എന്നുള്ളത് ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ഇവിടെ ഒന്നാമത്തത് ഔലിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും എന്ന് പറയുന്നുണ്ട്. അടുത്തത് അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും എന്ന് പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തത് ഉലമാക്കളുടെയും അവരുടെ അനുയായികളുടെയും. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും. ഇതാണ് അതിൻ്റെ ആൻസർ, രണ്ടാമത്തത്. ഇനി 43, സൃഷ്ടാവായ അള്ളാഹു ബന്ധം പുലർത്താത്തവരാണവർ ആര്? സൃഷ്ടാവായ അള്ളാഹു ബന്ധം പുലർത്താത്തവരാണവർ ആര്? അയൽപക്ക ബന്ധം ചേർക്കുന്നവരാണോ? നാവിനെ സൂക്ഷിക്കുന്നവരാണോ? കുടുംബബന്ധം ചേർക്കുന്നവരാണോ? അത് എന്താണ് ആൻസർ? കുടുംബബന്ധം ചേർക്കുന്നവർ. അവരോട് എന്ത് ചെയ്യും? അള്ളാഹു ബന്ധം പുലർത്തുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 44, തൻ്റെ വീടിൻ്റെ എത്ര ഭാഗത്തേക്കുള്ള വീടുകളാണ് അയൽപക്കം? അഥവാ ഒരാളുടെ വീടിൻ്റെ എത്ര വീടുകൾ വരെയാണ് അയൽവാസികൾ എന്നുള്ള അർത്ഥത്തിലാണ് ആ ക്വസ്റ്റ്യൻ. 4 വീതം 40, 160. 40 വീടുകൾ വരെ അയൽവാസികളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഉത്തരം. 45-ാമത്തെ ചോദ്യം, മൻ വസ്വലക്കി ഡാഷ് മൻ ഖത്വഅക്കി ഡാഷ് അല്ലേ? മൻ വസ്വലക്കി പിന്നെ വമൻ ഖത്വഅക്കി. അതിൻ്റെ ഇടയിൽ ഓരോ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. അത് ഖത്വഅതുഹു എന്നാണോ വസൽതുഹു എന്നാണോ വസൽതഹു എന്നാണോ ഖത്വഅതുഹു എന്നാണോ വസൽതുഹു എന്നാണോ ഖത്വഅതുഹു എന്നാണോ? എങ്ങനെയാണ് വരിക? മൻ വസ്വലക്കി വസൽതുഹു എന്നാണ് ഫസ്റ്റ് വരേണ്ടത്. പിന്നെ വമൻ ഖത്വഅക്കി ഖത്വഅതുഹു എന്നാണ് വരേണ്ടത്. അപ്പോൾ അത് മൂന്നാമത്തതാണ് വരില്ലേ? മൻ വസ്വലക്കി വസൽതുഹു വമൻ ഖത്വഅക്കി ഖത്വഅതുഹു. ഇനി 46-ാമത്തത്, നിയമപാലകർ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ച ബഹളക്കാരനായിരുന്ന അയൽവാസിയെ രക്ഷപ്പെടുത്തിയ ഇമാമാരാണ്? ഇമാം അഹമ്മദ്, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് റഹിമഹുല്ലാ. ആരാണ് അതിൻ്റെ ആൻസർ? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. 47-ാമത്തെ ചോദ്യം, പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് ഒരു സമുദായത്തെയും അള്ളാഹു ശിക്ഷിക്കയില്ല. ഈ അർത്ഥമുള്ള ആയത്തേതാണ്? ഏതാ? വസ്തഗ്ഫിരില്ലാഹ ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ എന്നാണോ? പിന്നെ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ എന്നാണോ? ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്നാണോ? രണ്ടാമത്തേതാണ് വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. എന്താണ് അർത്ഥം? പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് ഒരു സമുദായത്തെയും അള്ളാഹു ശിക്ഷിക്കയില്ല. 48-ാമത്തെ ക്വസ്റ്റ്യൻ, ദുആഇന് ഉത്തമമായ 2 സമയമുണ്ട്. ഒന്ന് ഫർള് നിസ്കാരങ്ങളുടെ ഉടനെയാണ്, മറ്റൊന്നെപ്പോഴാണ്? അത് സുബ്ഹിക്ക് ശേഷമാണോ അർദ്ധരാത്രിക്ക് ശേഷമാണോ? ആളുകൾ ഒരുമിച്ച് കൂടി ഒരാൾ ദുആ ചെയ്യലും മറ്റുള്ളവർ ആമീൻ പറയലും ആണോ? ആ രണ്ടാമത്തെ സമയം അർദ്ധരാത്രിക്ക് ശേഷമാണ് അല്ലേ? എല്ലാ നിസ്കാരങ്ങളുടെ ഉടനെയും മറ്റൊന്ന് അർദ്ധരാത്രിക്ക് ശേഷവും. അതാണ് ആൻസർ. 49, ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഖ്ലാഖുകളിൽ പ്രധാനമാണ്. ഏത്? ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഖ്ലാഖുകളിൽ പ്രധാനമാണ് കുടുംബബന്ധം, അയൽപക്ക ബന്ധം, ഗുരു ശിഷ്യബന്ധം. ഏതാണ്? അയൽപക്ക ബന്ധമാണ്. അയൽപക്ക ബന്ധം. 50-ാമത്തെ അവസാനത്തെ ചോദ്യം, ദുറൂസുൽ ഇഹ്സാൻ എന്ന പേരിൻ്റെ അർത്ഥമെന്ത്? ദുറൂസുൽ ഇഹ്സാൻ, ദുറൂസ് പാഠങ്ങൾ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മകൾ അല്ലേ? അല്ലെങ്കിൽ നന്മ എന്നൊക്കെ പറയാം. നന്മയുടെ പാഠങ്ങൾ. ഇവിടെ നന്മയുടെ പാഠങ്ങൾ, സൽസ്വഭാവങ്ങൾ, അഖ്ലാഖ് പാഠങ്ങൾ എന്നൊക്കെ ഉണ്ട്. നന്മയുടെ പാഠങ്ങൾ എന്നാണ് അർത്ഥം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.